ആയിപ്പോട്ടെ. റാപ്പർ വേടനെ അങ്ങ് അകമഴിഞ്ഞ് എന്താ പറയാ സംരക്ഷിക്കുകയും സ്നേഹിക്കുന്നു അല്ലെ, സ്നേഹിക്കുകയാണ് CPM. അതിന് പിന്നിൽ ഒന്നും കാണാതെ CPM അങ്ങനെ ഒരു നിലപാടിലേക്ക് പോകില്ല. എന്താണ് അതിന് പിന്നിൽ? വ്യക്തമായി പറഞ്ഞാൽ അവർക്ക് ഈ CPMന്റെ രാഷ്ട്രീയം എന്ന് പറയുന്നത് വോട്ട് രാഷ്ട്രീയമാണ് എന്നുള്ളത് കഴിഞ്ഞ കുറേ നാളുകളായി നമ്മൾ മനസ്സിലാക്കിയിട്ടുണ്ട്. ഒരു 10-20 വർഷത്തിനടുത്ത് CPMന്റെ സ്ഥാനാർത്ഥി നിർണയം പോലും വോട്ട് രാഷ്ട്രീയം, അത് മറ്റ് പാർട്ടികൾ, ബൂർഷോ പാർട്ടികൾ കാണിച്ചിരുന്ന അതേ മെത്തേഡാണ് കാണിച്ചിരിക്കുന്നത്. അത് ഈ പറയുന്ന മുഖ്യമന്ത്രി എന്ന് പാർട്ടി സെക്രട്ടറിയായോ അല്ലെങ്കിൽ മുഖ്യമന്ത്രിയായോ വന്ന ശേഷം വന്നിട്ടുള്ള CPMലെ മാറ്റമോ. വേടന്റെ കാര്യം പറയുമ്പോൾ വേടനെ നമ്മൾ ആദ്യം പറയുന്നത് കഞ്ചാവ് ഉപയോഗിച്ചതിൻ്റെ പേരിൽ വേടനെ അറസ്റ്റ് ചെയ്യുമ്പോൾ വേടനെ കുറിച്ച് എന്തെല്ലാമാണ് പറഞ്ഞുണ്ടാക്കിയത്. പിന്നെ ഒരു പുലിപ്പല്ല് കിടന്നെന്ന് പറഞ്ഞ് ഫോറസ്റ്റുകാരെ അറസ്റ്റ് ചെയ്തത്. അപ്പോൾ നമ്മളിപ്പോൾ പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ ഈ CPMനെ സംബന്ധിച്ച് ചിലപ്പോൾ ആദ്യം സംഭവിക്കുന്നത്, അവർ ഈ വോട്ട് രാഷ്ട്രീയം മനസ്സിൽ കാണുമ്പോൾ ചില കാര്യങ്ങൾ ഈ ആദ്യ പൊട്ടത്തരം കാണിക്കും. ഇപ്പം കമ്പ്യൂട്ടർ വേണ്ട എന്ന് ഇവർ ആദ്യം സമരം ചെയ്തു. ഇപ്പോൾ എല്ലാവരുടെ കയ്യിലും ലാപ്ടോപ്പാണ് അല്ലയോ. അപ്പോൾ അത്തരത്തിൽ ചില കാര്യങ്ങളിൽ ഇവർ ആന മണ്ടത്തരം കാണിക്കും, പിന്നീട് അത് തിരുത്തുമ്പോൾ അതിൻ്റെ പിറകിൽ ഒരു അതിബുദ്ധി പ്രയോഗിക്കും. ഇപ്പൊ വേടനെ പുലിപ്പല്ല് ഉപയോഗിച്ചു അങ്ങനെയാണെന്ന് പറഞ്ഞ് ഫോറസ്റ്റ് ഉദ്യോഗസ്ഥരെ അറസ്റ്റ് ചെയ്തു. അതിൽ മനസ്സിലാക്കാനുള്ള ഒരു കാര്യം, ഈ വേടനെ അറസ്റ്റ് ചെയ്ത ഫോറസ്റ്റ് ഓഫീസർമാര് CPM എന്ന് പറയുന്ന പാർട്ടിയുടെ ഉദ്യോഗസ്ഥ സംഘടനയുടെ നേതാവാണ് അതിലൊരാൾ. ആ ഉദ്യോഗസ്ഥ സംഘടനയുടെ ഒരു വലിയ നേതാവാണ്. ഈ വലിയ നേതാവ് ആയതുകൊണ്ട് മാത്രമാണ് പാർട്ടി നൽകിയ ആനുകൂല്യത്തിൽ അദ്ദേഹത്തിന് ഇവർ പിരിച്ചുവിടാതിരുന്നത്. ഇല്ലെങ്കിൽ മഹാ അപരാധം ചെയ്തു. അതിന് ഓർഡർ ഇട്ടത് ഇവൻ ഈ പറയുന്ന പാട്ടുകാരൻ്റെ കയ്യിൽ കഞ്ചാവ് ഇരുന്നു എന്ന് കണ്ട് ഓർഡർ ഇട്ട് പിടിച്ചത് പിണറായിയുടെ പോലീസ്, പിണറായിയുടെ എക്സൈസ്, ഈ പറയുന്ന പിണറായിയുടെ ഫോറസ്റ്റ് ഓഫീസർമാർ. എന്നിട്ട് പിന്നീട് എങ്ങനെയായി? അത് തിരിച്ചായി. എന്തുകൊണ്ട്? വേടന്റെ നിറം കറുപ്പാണ്. വേടൻ കറുത്തതാകുമ്പോൾ വേടൻ ഞങ്ങൾക്കൊപ്പം നിൽക്കേണ്ടവനാണ്. അത് ഇവരെങ്ങനെ ഉണ്ടാക്കും ഒരു ഭാഷയും. ഇപ്പൊ കലാഭവൻ മണി, അതെ, ഇപ്പോ ഗോവിന്ദൻ മാഷ് കഴിഞ്ഞ ദിവസം പറഞ്ഞത് റാപ്പർ വേടൻ കേരളത്തിന്റെ പടനായകൻ എന്നൊക്കെയാണ്. നാണമില്ലേ ഗോവിന്ദ? എന്ത് കണ്ടിട്ടാണ് പടനായകൻ? ശ്രീനാരായണ ഗുരുവിനാണ് ഇങ്ങനെയൊക്കെ പറഞ്ഞിട്ടുള്ളത്, പടനായകൻ എന്നൊക്കെ. അറിയില്ല. വേടൻ ആദ്യം പ്രശസ്തനാകുന്നത് മീറ്റു വിവാദത്തിലൂടെ ഒരു പെൺകുട്ടിയെ പിന്നെ ലൈംഗികമായി ചൂഷണം ചെയ്തു എന്ന് പറഞ്ഞുകൊണ്ട് മീറ്റു വിവാദത്തിലൂടെയൊക്കെയാണ് വേടൻ വരുന്നത്. 30 വയസ്സുകാരനായ ചെറുപ്പക്കാരനാണ് വേടൻ. ഈ പറയുന്ന വേടൻ എന്ന പേര് തന്നെ അയാളുടെ ഒരു ശ്രദ്ധ ആകർഷിക്കാനായി. അദ്ദേഹത്തിന്റെ പാട്ടിലെ വരികൾ എന്നൊക്കെ പറയുന്നത് ഞാൻ കേട്ടായിരുന്നു. അതിൽ എനിക്ക് ഭയങ്കര സാഹിത്യമൊന്നും ഫീൽ ചെയ്തില്ല. പിന്നെ കുറെ ഡ്രംസും അതും ഇതും ഒക്കെ ചേർത്തിട്ട് റാപ്പിന്റെ അർത്ഥമുണ്ടോ എന്ന് വെച്ചാൽ വരികളിൽ അർത്ഥമുണ്ട്, ഒരു ചെറിയ അർത്ഥം മാത്രം, ചെറിയ ആക്ഷേപിക്കൽ. വിയർപ്പ് തുന്നിയിട്ട കുപ്പായം എന്ന് പറയുമ്പോൾ അതങ്ങനെ അയാളുടെ അങ്ങനെ വെറുതെ കളയാൻ ഞാൻ തയ്യാറല്ല. അതിൽ കുറച്ച് പാട്ടുകളൊക്കെ നല്ല പാട്ടുകൾ എന്ന് വെച്ചാൽ നമ്മൾ ഈ പറയുന്ന പോലെ ആധുനികമായിട്ടുള്ള രീതിയിൽ നമുക്ക് പറയാനുള്ള, പ്രത്യക്ഷത്തിൽ പറയാനുള്ള. ഇപ്പൊ അദ്ദേഹത്തിന് ആരോടെങ്കിലും ഈർഷ്യതയുണ്ട്, അദ്ദേഹത്തിന് ചില സ്റ്റേറ്റ്മെന്റുകളോടൊക്കെ ഈർഷ്യതയുണ്ടല്ലോ. ഇപ്പൊ എനിക്കും ഉണ്ടാവും, നിങ്ങൾക്കും ഉണ്ടാവും. അത്തരത്തിൽ ആ ഈർഷ്യതകൾക്ക് ഈ പറയുന്ന രീതിയിൽ വിയർപ്പ് തുന്നിയിട്ട കുപ്പായം എന്നൊക്കെ പറഞ്ഞ് അതൊക്കെ കേൾക്കാൻ രസമാണ്. പക്ഷെ അതിനങ്ങ് ഒരുപാട് പാർശ്വവൽക്കരിക്കില്ല. ഒരുപാട് പറയേണ്ട ആവശ്യമില്ല. പക്ഷെ അർത്ഥമില്ലായിക വേടന്റെ ഇതിലുണ്ടെന്ന് എനിക്ക് തോന്നുന്നു. അല്ല, അർത്ഥമില്ലായിക ഞാൻ പറഞ്ഞില്ല. ഇപ്പൊ ഞാൻ പറയട്ടെ, ONVയുടെ പാട്ട് പോലെയോ അല്ലെങ്കിൽ മസൂന സാറിന്റെ പാട്ട് പോലെ വളരെ കാവ്യാത്മകമായിട്ട് മാത്രം എഴുതുന്നതിനെ കവിത. ശരി ആവട്ടെ, ഇത് റാപ്പ് എന്ന് പറയാം. ശരി, ആ പോർഷൻ നമ്മൾ മാറ്റി നിർത്തും. ശരി. അപ്പോ അങ്ങനെ പറയുമ്പോഴത്തേക്ക് ഇത്തരത്തിൽ വേടൻ ആദ്യം ഇവർക്ക് അനഭിമിതനാവുകയും പിന്നീട് വേടനെ അവർ ചേർത്ത് നിർത്തുകയും ചെയ്യുന്നു. അതിലെന്താണ് രാഷ്ട്രീയം എന്ന് ചോദിച്ചാൽ, വേടൻ ഒരു ന്യൂനപക്ഷക്കാരനാണ് അല്ലെങ്കിൽ കറുപ്പിന് 7 അഴകാണ് എന്നൊക്കെ പറഞ്ഞ് ഇനിയിപ്പോൾ തദ്ദേശ ഇലക്ഷനൊക്കെ വരികയാണ്. ഒരു വേള നമ്മൾ സംശയിക്കേണ്ടി വരും, വേടനെ പിടിച്ച് സ്ഥാനാർത്ഥിയാക്കി കളയുമെന്ന് ഒരു സംശയം വരെ നമുക്കുണ്ടാവും. അതാണ് CPM. അതിനും സാധ്യതയുണ്ട്. കാര്യം കലാഭവൻ മണി എന്ന പാട്ടുകാരനെ നമുക്കെല്ലാം ഇഷ്ടമാണ്. എന്തുകൊണ്ടാണ്? അദ്ദേഹത്തിന്റെ പാട്ടാണ്, അദ്ദേഹത്തിന്റെ നിറവും കാര്യമൊന്നും അത് നമ്മളിവിടെ പറഞ്ഞിട്ടേ ഇല്ല. കേരള സമൂഹം നിറവും കാര്യങ്ങളും ഒന്നുമില്ല, പക്ഷെ ഇത് ഉണ്ടാക്കിയെടുക്കുന്നതാണ്. തീർച്ചയായിട്ടും അത് ഉണ്ടാക്കിയെടുക്കുന്നതാണ്. അത് ആരുണ്ടാക്കിയെടുക്കുന്നത് ചോദിച്ചാൽ അത് നമുക്ക് കൂലങ്കഷമായി നോക്കിക്കഴിഞ്ഞാൽ ഇവർ തന്നെ ഉണ്ടാക്കുന്നതാണ്. ഈ വേടന്റെ കാര്യം പറഞ്ഞപ്പോൾ നിറത്തിന്റെ കാര്യം പറഞ്ഞല്ലോ, അതുപോലെ തന്നെയാണ് വേടന് ഈ സംരക്ഷണ കവചം കൊടുക്കുന്നുണ്ട്. ആ ദളിത് യുവതിക്ക്, മാലമോഷണ കേസിൽ പെട്ടിട്ടുള്ള ദളിത് യുവതിക്ക് എന്ത് സംരക്ഷണം കൊടുത്തു സർക്കാർ? അതാണ് നമ്മൾ ആദ്യം സംസാരിച്ചത്. ഇവർക്ക് ആദ്യം ബുദ്ധി ഉണ്ടാവില്ല.
പിന്നീടേ അവർക്ക് ബുദ്ധി ഉണ്ടാവുള്ളൂ. ഇപ്പോൾ ഈ പ്രശ്നം ഉണ്ടായപ്പോൾ സസ്പെൻഡ് ചെയ്തു, അന്വേഷണത്തിന് സംഘത്തെ ഏർപ്പെടുത്തി, ഞങ്ങൾ അത് ചെയ്തു. ശശി എന്ത് ചെയ്യുന്ന ആർക്കും അറിയില്ല, അത് ചോദ്യം ചെയ്യുമോ എന്തൊക്കെ അത് നമുക്ക് വെളിയറിയാത്ത കാര്യം, അതെന്തോ ആയിക്കൊണ്ട് പോട്ടെ. എല്ലാം പിന്നീടേ ഇവർക്ക് ഉണ്ടാവുള്ളൂ. ഇപ്പം നിങ്ങൾ നോക്കിക്കോളൂ, ഇപ്പം നമ്മൾ വിഷയം മാറിപ്പോകുന്നല്ല, ആശമാരുടെ സമരം ഇവർ കൂലങ്കഷമായി ചിന്തിക്കേണ്ട അവസ്ഥയിലേക്ക് കാര്യങ്ങൾ പോകും. ഇവരുടെ ഒരു റിപ്പോർട്ട് വരും, ഒരു പഠന റിപ്പോർട്ട് വരും, എന്തുകൊണ്ട് പാർട്ടി അന്ന് ആശമാരുടെ സമരം കാര്യമായി എടുത്തില്ല. മുഖ്യമന്ത്രിക്ക് തെറ്റുപറ്റി, മന്ത്രിസഭയ്ക്ക് തെറ്റുപറ്റി, പാർട്ടിക്ക് തെറ്റുപറ്റി എന്ന് പറയും. അപ്പം നമ്മൾ പറഞ്ഞു വന്നത് വേടന്റെ കാര്യമാണ്. വേടനെ ഇനി ഒരു വേള ഇവർ സ്ഥാനാർത്ഥിയാക്കാനുള്ള തീരുമാനം ഉണ്ടാകും. കാര്യം ഇവർക്കിപ്പോൾ ലോക്സഭാ ഇലക്ഷനിൽ ഇവരുടെ ന്യൂനപക്ഷ വോട്ടുകൾ, ന്യൂനപക്ഷമല്ല, ഈ പറയുന്ന ഹിന്ദു കമ്മ്യൂണിറ്റിയിലെ പിന്നോക്ക വിഭാഗം ഇവരെ ഉപേക്ഷിച്ചു. SNDP തുടങ്ങിയ സംഘടനകൾ ഇവരെ കൈയൊഴിഞ്ഞു. ഇനി അവരെ ചേർത്ത് നിർത്തണം. അതിന് വേടനെ കാണും, പിന്നെ ഇനി വേറെ ആരൊക്കെയുണ്ട്. ഇനിയിപ്പോൾ ഈ ബിന്ദു എന്ന യുവതി, അവരുടെ പേര് ബിന്ദു എന്നല്ലേ, ഈ ബിന്ദുവിനെയും ഇനി ചേർത്ത് നിർത്തും. അതൊക്കെ ഇനി ഒരു 6 മാസത്തിനകം CPMന്റെ മറ്റൊരു മുഖം നമ്മൾ കാണും. ബിന്ദു ഒരിക്കലും വേടനെ പോലെ പ്രശസ്തിയിലുള്ള ഒരു സ്ത്രീ അല്ലല്ലോ. ആവട്ടെ, സ്ത്രീയാണല്ലോ. ബിന്ദുവിന് ഞങ്ങളുടെ സർക്കാരിനെ കൊണ്ട് ഇങ്ങനെ ഒരു പ്രശ്നം ഉണ്ടായെങ്കിൽ ഞങ്ങളതാ നിയമപരമായി ഇടപെട്ട് ബിന്ദുവിന് വേണ്ട നീതി നടപ്പാക്കി എന്ന് പറഞ്ഞുകൊണ്ട് ഒരു ഡ്രാമ പ്രജിത വേണമെങ്കിൽ നോട്ട് ചെയ്ത് വെച്ചോ, അത് നടക്കാൻ സാധ്യതയുണ്ട്. അപ്പോൾ നമ്മളിപ്പോൾ പറയുമ്പോൾ വിപ്ലവം ഉണ്ടാകുന്നത് നമ്മുടെ ഭക്തിഗാന പ്രസ്ഥാനമൊക്കെ ഓർമ്മയുണ്ട് അല്ലേ? നമ്മുടെ ഈ നാട്ടിൽ ഭക്തിഗാനം, ഈ സ്വാതന്ത്ര്യ സമരത്തിൻ്റെ കാലം മുതൽ തന്നെ ഭക്തിഗാന പ്രസ്ഥാനമൊക്കെ ഉണ്ടായിട്ടുണ്ട്. ഈ പറയുന്ന രീതിയിൽ പാട്ടിലൂടെ വിപ്ലവമൊക്കെ ഇവിടെ ഉണ്ടായോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പാട്ടിലൂടെ വിപ്ലവമൊക്കെ ഉണ്ടായിട്ടുണ്ട്, ഇല്ലെന്നൊന്നും പറയണ്ട. അപ്പോൾ വേടൻ എന്ന ഗായകനെ ഒരു വേള ഈ സർക്കാർ, അവരുടെ പോലീസ്, അവരുടെ ഫോറസ്റ്റ്, അവർ തന്നെ അറസ്റ്റ് ചെയ്ത് കുറ്റക്കാരനാക്കിയിട്ട് ഇപ്പോൾ വേടനെ വീണ്ടും ചേർത്ത് നിർത്തുമ്പോൾ അതിൽ വ്യക്തമായ രാഷ്ട്രീയമുണ്ട്. ഈ പോയ പിന്നോക്ക വിഭാഗത്തിനെ തങ്ങളിലേക്ക് അടുപ്പിക്കുന്ന ഒരു വ്യക്തമായ രാഷ്ട്രീയം, ജാതി രാഷ്ട്രീയം, അത് വോട്ടാക്കി മാറ്റാനുള്ള CPMന്റെ തന്ത്രമെന്നാണ് ഒരു ചരിത്ര വിദ്യാർത്ഥി എന്ന രീതിയിൽ, അല്ലെങ്കിൽ ഒരു രാഷ്ട്രീയ വിദ്യാർത്ഥി എന്ന രീതിയിൽ പഠിക്കുമ്പോൾ, ഇത് കാര്യങ്ങൾ പഠിക്കുമ്പോൾ എനിക്ക് തോന്നുന്നത് അങ്ങനെയല്ലേ തോന്നുന്നത്. തീർച്ചയായിട്ടും അങ്ങനെ CPMന് അങ്ങനെ ഒരു തന്ത്രമുള്ളതായിട്ട് നമ്മൾ നോക്കിയപ്പോൾ നമുക്ക് മനസ്സിലായിട്ടില്ലേ? അങ്ങനെയല്ലേ ഇപ്പൊ വേടനെ അല്ലേ? അങ്ങനെയല്ലേ തോന്നുന്നു? തീർച്ചയായിട്ടും. അപ്പോൾ ഇന്നിപ്പോൾ ഒരു ഫംഗ്ഷന്, തിരുവനന്തപുരത്ത് ഒരു ഫംഗ്ഷന് വേടൻ വരുമ്പോൾ വേടന്റെ പാട്ട് വേണമെന്ന് പറഞ്ഞ് ഒരു യുവതി ഓടിച്ചെന്ന് 30 വയസ്സുകാരനെ വേടനെ, അതേ പ്രായത്തിന് അടുത്ത് വരുന്നൊരു യുവതി എന്തേ വേടനെ കൊണ്ട് പാടിക്കുന്നില്ല എന്ന് പറഞ്ഞ് ആലിംഗനം ചെയ്യുകയാണ് വേടനെ അങ്ങ് ഭയങ്കര മാറ്റം. എന്നിട്ട് ഈ ഭയങ്കര ഭ്രാന്ത് പിടിച്ച പോലെയാണ് ഈ പിള്ളേർ നിൽക്കുന്നത്. അപ്പോൾ അയാളുടെ സംഗീതത്തിന് അത്ര കണ്ടൊരു ഇൻസ്പിറേഷൻ ഉണ്ടാക്കാൻ പറ്റിയിട്ടുണ്ട്. അപ്പോൾ അതെല്ലാം ഒന്ന് മുതൽക്കൂട്ടാക്കണം. ഇനി വരുന്ന തെരഞ്ഞെടുപ്പ് യോഗങ്ങൾ വേണമെങ്കിൽ വേടനെ കൊണ്ടുപോയി. ഇത് വേടനെ ഉപയോഗിക്കുമ്പോൾ പിന്നാക്ക വോട്ടുകൾ മാത്രമല്ല, അവിടെ സംഭവിക്കുന്നത് മറ്റൊരു കാര്യം കൂടിയാണ്. കാരണം വളരെയധികം യുവജനങ്ങൾ വേടന്റെ കൂടെയുണ്ട്. ആ വോട്ടുകളെല്ലാം തന്നെ ആ യുവജനങ്ങളെയൊക്കെ ഇപ്പൊ ഇലക്ഷൻ മത്സരിക്കുമ്പോൾ, ഉദാഹരണത്തിന് ഏതെങ്കിലും ഒരു യുവമുഖം, ഒരു പുതുമുഖത്തിന് ഇവർക്ക് അങ്ങനെയുള്ള ട്രീറ്റ്മെന്റ് ഒക്കെ ഉണ്ടല്ലോ. ഇപ്പൊ M സ്വരാജ് മത്സരിക്കുന്നു. ഇപ്പോൾ ഉദാഹരണം ഇപ്പൊ നിലമ്പൂർ തന്നെ കൊണ്ടുപോയി ഒരു പാട്ടൊക്കെ പാടിച്ചാലും മതി. പാട്ടൊക്കെ പാടിക്കുമ്പോൾ യുവാക്കൾ വരും. പക്ഷെ അത് വോട്ടായി മാറണം. എല്ലാം നമുക്ക് പിന്നെ ഈ പറയുന്നത് യുവജനങ്ങൾ ഒരിക്കലും, അത് മറ്റൊരു കാര്യമാണ്. കാരണം അത് ഇതിനോട് ചേർത്ത് വെക്കാമെന്ന് തോന്നുന്നുണ്ട് ഞാൻ പറയുന്നത്. പണ്ട് ഹൈബി ഇവിടെ മത്സരിക്കുന്ന സമയം, അപ്പോൾ സെയിന്റ് തെരേസാസിന്റെ ഭാഗം, ആ മഹാരാജാസ് കോളേജ്, ആ ഒരു ഭാഗത്ത് നിന്ന് അഭിപ്രായങ്ങൾ എടുക്കുകയാണ്. അപ്പോൾ അഭിപ്രായങ്ങൾ എടുക്കുമ്പോൾ ചോദിക്കുകയാണ്, ഇത്തവണ ആർക്കാണ് വോട്ട്? കന്നി വോട്ടും ഒക്കെ ഉണ്ടല്ലോ, വോട്ട് ആർക്കാണ്? ഹൈബിക്കാണ്. ഹൈബി എന്തുകൊണ്ടാണ് ഹൈബിക്ക് വോട്ട് ചെയ്യുന്നത്? ഹൈബിയെ കാണാൻ എന്ത് ഗ്ലാമറാണ് അല്ലേ? ഞാനത് പറഞ്ഞത് അതൊരു നിസ്സാര കാര്യമല്ല, നിസ്സാര കാര്യമായിട്ട് നമുക്ക് തള്ളാൻ പറ്റില്ല. അതുപോലെയാണ് വേടന്റെ കാര്യത്തിലും. വേടൻ എന്തുണ്ട്? വേടൻ ഒരു റാപ്പറാണ്, സംഗീതവും കൊണ്ട് ഉപജീവനം നടത്തുന്ന ഒരാളാണ്. അതിനപ്പുറം വേടൻ എന്താണ് എന്നൊന്നും ആർക്കും അറിയണ്ട. മൂക്കും കുത്തി ഈയാമ്പാറ്റകൾ വീഴുന്നത് പോലെ വീഴുകയാണ്. തീർച്ചയായിട്ടും. അതാ ഞാൻ പറഞ്ഞേ, തിരുവനന്തപുരത്ത് ഇങ്ങനെ അദ്ദേഹം വരുന്നു, അദ്ദേഹം ലേറ്റായോ പാട്ട് അവതരിപ്പിക്കാൻ വന്നപ്പോൾ ഒരു കൂട്ടം പെൺകുട്ടികളെ ഹിസ്റ്റീരിയ ബാധിച്ച പോലെ ചെന്ന് പിടിക്കുക, ലാസ്റ്റ് പിടിച്ചു മാറ്റുകയാണ്. അപ്പോൾ അത്ര കണ്ട് വേടനെ ഇഷ്ടപ്പെടുന്നു, വേടൻ്റെ സംഗീതത്തെ ഇഷ്ടപ്പെടുന്നു. അപ്പോൾ ഇതിൽ നമുക്ക് മനസ്സിലാക്കാനുള്ളത്, എന്തിലും ഒരു വോട്ടിൻ്റെ തന്ത്രം. ഇപ്പോൾ കലാഭവൻ മണിയെ സ്ഥാനാർത്ഥിയാക്കാൻ തീരുമാനിച്ചിരുന്നതാണ്, ചാലക്കുടിയിൽ സ്ഥാനാർത്ഥിയാക്കാൻ തീരുമാനിച്ചിരുന്നതാണ്. അദ്ദേഹം മരണപ്പെട്ടു പോയത് കൊണ്ടാണ് അതവർ മാറ്റിയത്. പക്ഷെ അതിലൊരു കപടതയുണ്ട് എന്നുള്ള കാര്യം നമുക്ക് ജനം തിരിച്ചറിയണം. അത് വേറൊരു വിഷയമാണ്. EMSന്റെ കാലത്ത് അത് വ്യക്തമായി കേരളം കണ്ടതാണ്. EMS ജീവിച്ചിരിക്കുമ്പോൾ VS അച്യുതാനന്ദനോ ഗൗരി അമ്മയോ ഈവൻ ഇങ്ങേയറ്റം പിണറായി വിജയനോ ഒരു നേതൃതലത്തിലേക്ക്, അതായത് EMS
കാരണം തന്നെയായിരുന്നു EMS എന്ന് പറയുന്ന ഇവരുടെ പിന്നെ രാഷ്ട്രീയ തത്വങ്ങൾ പറയുന്ന വലിയ മനുഷ്യൻ ജ്ഞാനി ആണ് തന്നെ. അദ്ദേഹം തന്നെയാണ് VS-നെയോ ഗൗരിയമ്മയോ തലപ്പത്തേക്ക് കൊണ്ടുവരുന്നതിന് തടയിട്ടിരുന്നു എന്നുള്ളത് കാലം വഴിയേ നമ്മളെ അറിയിച്ചു. അതൊരു സത്യമാണ്. അപ്പോൾ ഇതൊരു വോട്ട് രാഷ്ട്രീയമാണ്. വേടനെ അവരുടെ അവർക്ക് വോട്ട് ബാങ്കാക്കി അവർക്ക് കിട്ടാതെ പോയ വോട്ട് കൊണ്ടുവരാനുള്ള ഒരു തന്ത്രം മാത്രമാണ്.